അറിയാത്ത കുഞ്ഞ് ചൊറിയുമ്പോഴറിയും, ചൊറിയുമ്പോഴറിഞ്ഞില്ലെങ്കിൽ നീറുമ്പോഴെങ്കിലും അറിയും. പശ്ചിമേഷ്യയിൽ ഇപ്പോൾ അമേരിക്കയ്ക്കും ഇസ്രയേലിനും നന്നായി നീറുന്നുണ്ട്. എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കണം. ട്രംപ് മച്ചമ്പിയുടെ പുതിയ പ്രസ്താവന പുറത്തു വന്നിട്ടുണ്ട്. ഉടൻ യുദ്ധം അവസാനിപ്പിക്കും എന്നൊക്കെ. ലക്ഷ്യം നേടി എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ലക്ഷ്യം നേടി എന്ന് പറയാൻ കാരണം എന്താണെന്നറിയുമോ? ആ ലക്ഷ്യം നേടാൻ കാത്തിരുന്നപ്പോൾ ടെല്ലവീവ് നന്നായി പൊളയുന്നുണ്ട്. നൂറുകണക്കിന് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. നിരവധി സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. റഡാർ സിസ്റ്റം അടക്കം പരശതം കോടികളുടെ നഷ്ടമുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെടാനൊന്നുമില്ലാത്ത യുദ്ധമാണ്. അവൻ ഡൂ ഓർ ഡൈ സിറ്റുവേഷനിലാണ്. നിലനിൽക്കണോ ഇല്ലാതാകണോ? അവിടെ വന്യമായ കരുത്തോടെ പോരാടും. വളരെ പ്രതീക്ഷയോടെയാണ് കാംനെയിയെ വധിച്ച് രംഗപ്രവേശം ചെയ്തത്. പ്രതീക്ഷിച്ചത് ലോക സമൂഹത്തിൻ്റെ വലിയ പിന്തുണ കിട്ടും. അതുപോലെ തന്നെ ഇറാനിൽ വലിയ ആഭ്യന്തര സംഘർഷമുണ്ടാവും. കുർദുകളെ രംഗത്തിറങ്ങി ഒരു സൈഡിൽ നിന്ന് ആക്രമിക്കാം. പിന്നെ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളെല്ലാം കൂടി ചേർന്ന് ഒരുമിച്ച് ഇറാനെ ആക്രമിക്കും. അപ്പോൾ തങ്ങളുടെ ലക്ഷ്യം വളരെ വേഗത്തിൽ പൂർത്തിയാവും എന്നതാണ് വിചാരിച്ചത്. പക്ഷേ സംഗതി മുന്നോട്ട് പോയപ്പോൾ പലതും പാളുകയാണ് ചെയ്തത്. ആദ്യം ബോംബിട്ടത് വെറും പിഞ്ച് പെൺമക്കൾ മാത്രമുള്ള നഴ്സറിയിലേക്കായപ്പോൾ എല്ലാം തകിടം മറിഞ്ഞു. അവിടെ ഇന്നലകളിൽ എതിർത്ത് നിന്ന മനുഷ്യർ പോലും ഒരുമിച്ച് രാജ്യത്തിന് പിന്നിൽ അണിനിരന്നു. എവിടെയൊക്കെയോ നടത്തിയ കൂത്താട്ടവും കൂത്തരങ്ങും ചാടിത്തുള്ളലും ഒക്കെ എടുത്ത് സംപ്രേഷണം ചെയ്തു നുണച്ചാനലുകളിലൂടെ. ഇറാനിൽ ആഘോഷം എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ആ ആഘോഷത്തിനൊന്നും അധികം ആയുസ്സുണ്ടായില്ല. പിന്നീട് സംഭവിച്ചത് ഇറാൻ്റെ തിരിച്ചടിയാണ്. ഇറാൻ്റെ തിരിച്ചടിക്ക് വളരെ കൃത്യമായ ഇൻഫർമേഷൻ നൽകി റഷ്യ. അതുകൊണ്ട് തന്നെ അവരുടെ താഡ് റഡാർ സിസ്റ്റം അടക്കമുള്ള റഡാർ സിസ്റ്റം എവിടെയാണ് ദോഹയിൽ സ്ഥിതി ചെയ്യുന്നതെന്നും എവിടെയാണ് ജോർദാനിൽ വെച്ചിരിക്കുന്നതെന്നും ഒക്കെയുള്ള കൃത്യമായ ജിയോ ലൊക്കേഷൻ ലഭിച്ചു. അവിടങ്ങളിൽ അടിച്ചപ്പോഴേക്കും എല്ലാം തകർന്ന് തരിപ്പണമായി. പിന്നെ മിസൈലുകളുടെ സഞ്ചാരം റീഡ് ചെയ്യുക അത്ര എളുപ്പമായില്ല. ആരും ഉണ്ടാവില്ലെന്ന് വിചാരിച്ചിട്ട് റഷ്യ രഹസ്യമായി ഒപ്പമുണ്ടെന്നും ചൈനയും ഫ്രാൻസുമൊക്കെ പതിയെ അടുക്കുന്നു എന്നും തോന്നിത്തുടങ്ങി. അതിനിടയിലാണ് നെഞ്ചു പിളർക്കുന്ന രീതിയിൽ ഇറാൻ്റെ പ്രത്യാക്രമണം ടെല്ലവീവിൽ തുടർച്ചയായി പതിച്ചത്. ബങ്കറിലിരുന്ന ആളുകൾ പോലും വെന്തു മരിച്ചപ്പോൾ ശരിക്കും ഞെട്ടി. കെട്ടിടങ്ങൾ ഒരുപാട് കത്തിത്തകർന്ന് ജനങ്ങളാകെയും പരിഭ്രാന്തിയിലായി. ഓരോ മണിക്കൂറിലും സൈറൻ മുഴങ്ങിയാൽ എങ്ങനെ നിലനിൽക്കാനാവും? ഇതുവരെ അടിച്ച് രസിച്ചതെല്ലാം നിരായുധരായ ഫലസ്തീനികളുടെ മുകളിലായിരുന്നു. അവിടെ പ്രത്യാക്രമണം വല്ലപ്പോഴും ഹൂത്തികൾ അയക്കുന്ന ഏതെങ്കിലുമൊക്കെ മിസൈലുകളായിരുന്നു. ഇതങ്ങനെയല്ല. ആകാശത്ത് ക്ലസ്റ്റർ ബോംബുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ക്ലസ്റ്റർ ബോംബ് ഇറാൻ്റെ കൈവശമുണ്ട് എന്ന് ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷേ അതുകൂടി വന്നതോടുകൂടി ഇനി അധികം നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല. പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ ബാക്കിയുള്ള GCC ഒന്നും സംയുക്തമായി ഇറാനെ ആക്രമിക്കുന്നതിനോ ഒന്നും മുതിരുന്നില്ല. കാരണം അവരെപ്പോലും മറയിൽ നിർത്തിക്കൊണ്ടാണ് ഖമേനിയെ വധിച്ചത്. വെനസ്വേലയിലെ പ്രസിഡന്റിനെ കൊട്ടാരത്തിൽ നിന്ന് തകർത്തുകൊണ്ടുപോയ ലോക യുദ്ധവെറിയനും ഇതുപോലൊരു വൃദ്ധനായ മനുഷ്യനെ കൊന്ന ഒരു മനുഷ്യനെയും അവർക്കും വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നിത്തുടങ്ങി. ഇയാൾ എന്ത് വിടുവായിത്തരവും യുദ്ധവെറിയും നടത്തുന്നവനാണെന്ന ഒരു സാമാന്യ ബോധമുണ്ടായി. യുദ്ധം തീരുന്നില്ല. സാമ്പത്തിക പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നു. ഹോർമിസ് കടലിടുക്ക് അടയ്ക്കുന്നു. എല്ലാം കൂടി ആയപ്പോൾ തത്രപ്പാടിലായി. തുടർച്ചയായ അടികൾ കാരണം കടുത്ത സാമ്പത്തിക നഷ്ടം ടെല്ലവീവിന്. അങ്ങനെ ആയപ്പോൾ ഇനിയിപ്പോൾ സമാധാനത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. വളരെ വേഗത്തിൽ ഇത് അവസാനിപ്പിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ വളരെ രസകരമായ കാര്യം, സമാധാനത്തിനായി ഞങ്ങൾ ആരുമായും ചർച്ചയ്ക്കില്ല, ഞങ്ങളുടെ മേലുള്ള ആക്രമണം നിർത്തിയാൽ മാത്രമേ സമാധാനമുള്ളൂ എന്ന് ഇറാൻ പറയുന്ന സ്ഥിതിയിലേക്ക് ഈ സാക്ഷാൽ ട്രംപും അതുപോലെ തന്നെ 51ാമത്തെ സ്റ്റേറ്റും ലോക ക്രിമിനൽ കോടതി കുറ്റവാളിയായി പ്രഖ്യാപിച്ച നെതന്യാഹുവും പറയിക്കേണ്ട സ്ഥിതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങളെത്തി എന്നതാണ് ഒരു പച്ചയായ സത്യം. കാലമാണ് സാക്ഷി. സത്യമാണ് യഥാർത്ഥത്തിൽ എല്ലാത്തിനും സാക്ഷി. എല്ലാ ഗുണ്ടായിസവും ലോക പോലീസ് ഭാഷ്യവും ഒന്നും എല്ലാ കാലത്തും വിലപ്പോവില്ലെന്നും എല്ലായിടത്തും ചിലവാവില്ലെന്നും ഒക്കെ മനസ്സിലായി. ഇതിൽ സമാധാനം പറഞ്ഞങ്ങ് പിൻവാങ്ങിയാൽ പിന്നെ പശ്ചിമേഷ്യയിൽ വേറൊരു സ്ഥിതിവിശേഷമായിരിക്കും ഉണ്ടാവുക. കാത്തിരിക്കാം ഇനി എന്താണ് ചെയ്യുന്നതെന്നറിയാൻ.